നമസ്കാരം, വെൽക്കം ടു കേരള ക്രിക്കറ്റ് കഫേ. അങ്ങനെ നമ്മുടെ IPL ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്വാളിഫയർ 2 RR വേഴ്സസ് ജി ടി ഒരു പരാജയം കഴിഞ്ഞിട്ടാണ് വരുന്നത്. ജി ടി ശരിക്കും പറഞ്ഞ ഈ സീസണിൽ ഒരുപാട് വിന്നിംഗ് മൊമെന്റം ഉണ്ടായിരുന്ന ഒരു ടീമാണ്. പക്ഷെ റീസെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് പരാജയത്തിന് ശേഷമാണ് ജി ടി ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു മൊമെന്റം ചെറുതായിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. RR മറുസൈഡിൽ എല്ലാം തകർന്ന് നിന്നെടുത്തു നിന്ന് 3 വിൻ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചിട്ട്, അത് മാത്രമല്ല SRHനെ എലിമിനേറ്ററിൽ തോൽപ്പിച്ചിട്ടാണ് വരുന്നത്. ആ ഒരു വിന്നിംഗ് മൊമെന്റം RRന്റെ പക്കലുണ്ട്. സോ ഇവർ തമ്മിലാണ് മത്സരം നടക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരു വെടിക്കെട്ട് മത്സരം തന്നെ ആയിരിക്കും. ഒരുപക്ഷെ ഫയർ ആൻഡ് ഐസ് എന്ന് വേണമെങ്കിൽ പറയാം ഈ രണ്ട് ടീമിന്. അതായത് സൂര്യവംശി അടങ്ങുന്ന ഫയർ RR ടീമും അതുപോലെ തന്നെ ഐസ് കൂളായിട്ടുള്ള ജി ടി ഗില്ലിന്റെയും സായ് സുദർശന്റെയും ടീമുമായിട്ടുള്ള ഒരു കോntest ആണ്. നമുക്ക് എന്തായാലും അതിന്റെ ഒരു ഡീറ്റെയിൽ റിപ്പോർട്ടിലേക്ക്, പിച്ച് റിപ്പോർട്ട്, അങ്ങനെ അതുപോലെ തന്നെ മാച്ചപ്സ്, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അരുൺ ബ്രോ, വെൽക്കം. അതിൽ എടുത്തു പറയേണ്ടത് എങ്ങനെയാണ് RRനെ സംബന്ധിച്ച് വലിയൊരു പ്രതികാരം ബാക്കി കിടപ്പുണ്ട്. കഴിഞ്ഞ തവണ GT കപ്പടിച്ചപ്പോൾ RRനെ തോപ്പിച്ചുകൊണ്ടാണ് GT ചാമ്പ്യൻഷിപ്പ് അടിച്ചത്. അപ്പോൾ വലിയൊരു പ്രതികാരം ബാക്കി കിടക്കുന്നത് കൊണ്ട് ഈ കളി വളരെ രസകരമായിരിക്കും. പിന്നെ ഈ പറഞ്ഞോട്ട് കഴിഞ്ഞ തവണ സിറാജ് സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്തപ്പോൾ കണ്ട അഗ്രഷനൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ്. അപ്പം അതുകൊണ്ട് ഒരുപാട് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടുള്ള ഒരു കോണ്ടാക്സ്റ്റ് ആയിരിക്കും ഇത്. അതിനകത്ത് വേറൊരു രസകരമായിട്ടുള്ള കാര്യം, അന്ന് ഫൈനലിൽ RR തോറ്റപ്പോൾ അന്ന് RRന്റെ ടീമിലുണ്ടായിരുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട് ഇപ്പോൾ. അതാണ് ജോസ് ബട്ട്ലർ. എന്തായാലും എന്താണ് പിച്ച് കണ്ടീഷൻസ്? നമ്മളിപ്പോൾ ഓൾറെഡി പിച്ച് കണ്ടീഷൻ നമ്മൾ കഴിഞ്ഞ മാച്ചിന്റെ സെയിം ഗ്രൗണ്ടിൽ തന്നെയാണ്. അപ്പോൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താൽ എങ്കിലും ഒന്ന് ബ്രീഫായിട്ട് നമുക്ക് ഒന്ന് ടച്ച് ചെയ്ത് പോവാം പിച്ച് കണ്ടീഷൻ. സെയിം അതിനു മുമ്പായിട്ട് ഹൈ സ്കോറിംഗ് എനിക്ക് മാച്ച്. ഒരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ വീഡിയോ ഇതുവരെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ക്വൈറ്റ് ഒബ്വിയസ്ലി നിങ്ങളൊരു ക്രിക്കറ്റ് എൻത്യൂസിയാസ്റ്റ് ആയിരിക്കാം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സബ്സ്ക്രിപ്ഷൻ, അതേക്കൂട്ട് നിങ്ങളുടെ ഒരു ലൈക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഒബ്സർവേഷൻ ഒരു കമൻ്റായിട്ട് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ നമുക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ ഈ പറഞ്ഞിട്ടൊരു സെൽഫ് മോട്ടിവേഷൻ എന്നുള്ള രീതിയിലും അതേകൂട്ട് തന്നെ നമ്മളെ ഒന്ന് വിലയിരുത്താനും വലിയൊരു അവസരമായി മാറും. നിങ്ങളുടെ പിന്തുണ ഉണ്ടാവും എന്ന് കരുതി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. പിച്ച് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അറിയാം അത് എങ്ങനത്തെ ഗ്രൗണ്ടാണ്. അതിപ്പോൾ ഈ കഴിഞ്ഞ കളി തന്നെ കണ്ടത്. അപ്പോൾ ഓൾറെഡി ആ ട്രാക്ക് യൂസ് ചെയ്തുകൊണ്ട് ആ ട്രാക്ക് തന്നെ ഇനി ഉപയോഗിക്കാൻ ചാൻസസ് കുറവാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഈ പറഞ്ഞിട്ടൊരു എലിമിനേറ്റർ ആയതുകൊണ്ട് ഒരു ബോളിംഗ് ട്രാക്ക് ഒന്നും കൊടുക്കും എന്നെനിക്ക് ഒട്ടും തോന്നുന്നില്ല. ക്വൈറ്റ് ഒബ്വിയസ്ലി ഒരു ഫ്ലാറ്റ് ട്രാക്ക് തന്നെ ആയിരിക്കും കൊടുക്കുക. അപ്പോൾ അവിടെ പിച്ച് കണ്ടീഷൻസ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ആദ്യമേ നമ്മളൊരു വിന്നിംഗ് ഫാക്ടർ എന്നുള്ള രീതിയിൽ നിന്ന് നോക്കേണ്ടി വരും. അവിടെ ഇനിഷ്യൽ പവർ പ്ലേ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. കാരണം പവർ പ്ലേസിൽ വിക്കറ്റ് പോയിരിക്കുന്നത് വളരെ കുറവാണ്. അൺടിൽ ആൻഡ് അൺലെസ് അതൊരു കൊളാപ്സ് അല്ല എന്നുണ്ടെങ്കിൽ, ഇന്നലത്തെ കളി നമ്മളൊരു കൊളാപ്സാണ് കണ്ടത്. അതല്ലാത്ത പക്ഷം പവർ പ്ലേയിൽ ഓൺ ആൻ ആവറേജ് ഒരു വിക്കറ്റാണ് മാക്സിമം പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ പവർ പ്ലേയിൽ മിനിമലിസ്റ്റിക് ആയിട്ട് ആറിൻ്റെ സ്ഥാനത്താണെങ്കിൽ വിക്കറ്റ് പോയിട്ട് പോലുമില്ല. അപ്പോൾ പവർ പ്ലേ മിനിമലിസ്റ്റിക് ആയിട്ടും മാക്സിമം പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയെടുക്കുക. പിന്നെ എന്താണ് ഇവിടുത്തെ വിന്നിംഗ് ഫാക്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ മിഡിൽ ഓവേഴ്സിൽ ഒരു 90 അല്ലെ 90+ സ്കോർ ചെയ്യുന്ന, അതായത് 7 to 15 ഫേസസിൽ ഒരു 90 അല്ലെ 85 എബോവ് സ്കോർ ചെയ്യുന്ന ടീം ഇവിടെ തോറ്റിട്ടേ ഇല്ല മിഡിൽ ഫേസസിൽ. അതിപ്പം കഴിഞ്ഞ കളി RR 110 സ്കോർ ചെയ്തു. അതിന് മുമ്പ് ഉണ്ടായിരുന്ന ഒരു കളി ഇവിടെ SRH അല്ലെ പഞ്ചാബ് 123 സ്കോർ ചെയ്തു. അതിന് തൊട്ട് മുമ്പത്തെ കളിയാണെന്നുണ്ടെങ്കിൽ പഞ്ചാബ് 97 സ്കോർ ചെയ്തു. അപ്പോൾ ആ ഒരു പാറ്റേൺ നമുക്കറിയാം. ഒരു 70 അല്ലെ 80ക്ക് മണ്ടയ്ക്കൊട്ട് ഒരു മിഡിൽ ഫേസ് സ്കോർ ചെയ്ത ടീംസ് ഒന്നും ഇവിടെ തോറ്റിട്ടില്ല. അപ്പം അത്രയും സ്കോറിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് സെറ്റ് ഒരു പ്ലാറ്റ്ഫോം കിട്ടും ഫിനിഷ് ചെയ്യാൻ. അത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഒരു ഫേസുമാണ് മിഡിൽ ഫേസ്. കാരണം നമുക്കറിയാം ഇനിഷ്യലി, അതായത് 1 to 6 ഓവേഴ്സിൽ ഇവിടെ വീണിരിക്കുന്ന ടോട്ടൽ നമ്പർ ഓഫ് വിക്കറ്റ്സ് എന്ന് പറയുന്നത് 10 മാത്രമാണ്. ഇത്രയും കളി കളിച്ചതിൽ ഏകദേശം അവിടെ 10 ഇന്നിങ്സ് കളിച്ചതിനകത്തിൽ മിഡിൽ ഫേസിലേക്ക് വരുമ്പോൾ 7 to 14 വരുമ്പോൾ അത് 25 ആവും. അതായത് മോർ ദാൻ ഡബിൾ ആവുന്നുണ്ട്. അപ്പോൾ അത്രത്തോളം അവിടെ ശ്രദ്ധിച്ച് കളിക്കേണ്ട ഫേസ് ആണ് എന്ന് നമുക്ക് അത് കാണുമ്പോൾ തന്നെ അറിയാം. അതേകൂട്ട് തന്നെയാണ് ലാസ്റ്റ് ഫേസും ഭയങ്കരമായിട്ട് വിക്കറ്റ് പോകും. അത് പിന്നെ നമുക്ക് നെഗ്ലക്റ്റ് ചെയ്യാം. കണ്ണും പൂട്ടി അടിക്കുക, സ്കോറിങ്ങിന് പോകുന്നുണ്ടായിരിക്കുന്നത് കൊണ്ടായിരിക്കാം എന്നുള്ള രീതിയിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. പക്ഷേ മിഡിൽ ഫേസ് നമുക്ക് അങ്ങനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം മിഡിൽ ഫേസ് മിനിമലിസ്റ്റിക് വിക്കറ്റിൽ മാക്സിമം സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിനകത്തിൽ ബാറ്റിംഗ് ടീമിനെ കുറിച്ച് ചിന്തിക്കുക. നേരെ മറിച്ച് ബോളിംഗ് ടീമാണെന്നുണ്ടെങ്കിൽ ചിന്തിക്കുന്നത് എങ്ങനെ പവർ പ്ലേയിൽ മിനിമലിസ്റ്റിക് ആയിട്ട് റണ്ണ് കൊടുക്കാം, അതിനെ എങ്ങനെ കണ്ടെയ്ൻ ചെയ്യാം. പിന്നെ അവിടെ സ്പിന്നേഴ്സിൻ്റെ കയ്യിലാണ് കളി. അവിടെ ടോൾ സ്പിന്നേഴ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉള്ളൊരു ഗ്രൗണ്ടാണ്. അവർക്ക് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. വലിയ ഡിഗ്രി ഓഫ് ടേൺ അത്യാവശ്യം കിട്ടുന്ന ഒരു ഗ്രൗണ്ട് തന്നെയാണതും. 2.1 എന്താണ് അവിടുത്തെ ഡിഗ്രി ഓഫ് ടേൺസ് കാണിക്കുന്നത്. അപ്പം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പിച്ചിൽ ബോൾ എന്തെങ്കിലും ഹോൾഡ് ചെയ്യുന്നു എന്നുള്ള കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് ഈ പറയുന്ന പോലെ സ്പിന്നേഴ്സിന് വളരെ എക്കണോമിക്കലായിട്ട് മിഡിൽ ഫേസ് കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അത് കണ്ടെയ്ൻ ചെയ്യുക, അവിടെ ഒരു വിക്കറ്റ് ബ്രേക്ക് ത്രൂ റെഗുലർ ഇൻ്റർവെൽ ഉണ്ടാക്കുക എന്നുള്ള രീതിയിലായിരിക്കും ബൗളേഴ്സും
പ്ലാൻ ചെയ്യുക. ഇതായിരിക്കും ഒരു ബേസിക് പിച്ചിൻ്റെ കണ്ടീഷൻസും വിന്നിങ് ഫാക്ടറും. ബാക്കി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അവിടെ വേറൊരു കാര്യം, ഇപ്പൊ സ്പിന്നേഴ്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇപ്പൊ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ട്, കഴിഞ്ഞ രണ്ട് മാച്ചിൽ, പ്ലേ ഓഫിലെ രണ്ട് മാച്ചിലും നമ്മൾ ഇതുവരെ കണ്ടുവരുന്നത് ഒരു ചേസ് ചെയ്യുന്ന ടീം വിജയിക്കുന്നതായിട്ടാണ്. ഈ ഒരു സീസൺ തുടങ്ങിയ സമയം തൊട്ട് എല്ലാവരും ചേസ് ചെയ്യാനാണ് താല്പര്യപ്പെടുന്നത്, കാരണം ചേസ് ചെയ്യുന്ന ടീം ജയിക്കുന്നു എന്നുള്ള രീതിയിൽ. പക്ഷേ ഈ പ്ലേ ഓഫിലേക്ക് വന്നപ്പോൾ രണ്ട് മാച്ചും ഫസ്റ്റ് ബാറ്റ് ചെയ്ത ടീം ജയിക്കുകയും, അത് ഒരുപക്ഷെ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് ഇത്ര ഹൈ സ്കോർ ചെയ്തു വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ പ്ലേ ഓഫിന്റെ പ്രഷർ കൊണ്ടാണോ? അപ്പോൾ ടോസ് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ടോസ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു ടീം ചേസിംഗിലേക്ക് പോവോ, അതോ ഫസ്റ്റ് ബാറ്റ് ചെയ്ത് ഒരു നല്ല സ്കോർ പോസ്റ്റ് ചെയ്ത് വെക്കാൻ ശ്രമിക്കും? ഇപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ഒരുപക്ഷെ ഫസ്റ്റ് ബാറ്റ് ചെയ്യാൻ ട്രൈ ചെയ്തേക്കാം. ആണെന്നുണ്ടെങ്കിൽ ജിറ്റിക്ക് ആ ഒരു ഫയർ പവർ ബാറ്റിംഗിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവർ ആ ഒരു ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ചലഞ്ച് ഏറ്റെടുക്കും, അതോ സേഫ്ലി എങ്ങനെയെങ്കിലും എറിഞ്ഞ് ഒരു സേഫ് സ്കോറിൽ നിർത്തിയിട്ട് അവർ ചേസ് ചെയ്യാൻ നോക്കും? സോ എത്രത്തോളം ടോസ് ഇമ്പോർട്ടൻ്റ് ആണ്? ടോസ് എന്തായിരിക്കും ഏത് ടീം തീരുമാനിക്കും, ഓരോ ടീമും? എൻ്റെ കാഴ്ചപ്പാടിൽ ഇവിടെയും ടോസ് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. ഇവിടെ ടോസ് കിട്ടിയാലും ഇപ്പം ഈ രണ്ട് ടീം കളിക്കുമ്പോഴായാലും ആർക്ക് ടോസ് കിട്ടുന്നോ അവർ ചേസിങ് മാത്രമേ എടുക്കത്തുള്ളൂ മോസ്റ്റ് പ്രോബബ്ലി. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് കളികളിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സ്ട്രാറ്റജിയിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ടീമുമാണ് കൊളൈഡ് ചെയ്തത്. ഇപ്പോൾ ഈ പറയുന്നിട്ട് ബാംഗ്ലൂർ GT ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രിവ്യൂവിൽ പറഞ്ഞ GTയുടെ ബോളിങ്ങിന് പറ്റിയ കണ്ടീഷൻസ് അല്ല, GTയുടെ ബോളിങ്സിന് പറ്റിയ ലൈൻ ആൻഡ് ലെങ്ത് അല്ല അവിടെ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. അത് എൻ്റർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അവിടെ GT അടി മേടിക്കും. അതിപ്പം ബോളിംഗ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിലും ബോളിംഗ് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിലും അവിടെ GT അടി മേടിക്കും. ഇവിടുത്തെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചത്. ഇവിടെയും ഈ SRH എന്ന് പറഞ്ഞ ടീം കളിക്കുന്ന കളികളിലെല്ലാം എക്സൽ ചെയ്തിട്ടുള്ള കളികളെല്ലാം ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ട്രാക്സിലാണ് കളിച്ച് എക്സൽ ആയിട്ടുള്ളത്. അല്ലാത്ത കണ്ടീഷൻസ് വരുമ്പോൾ അവർ ബാറ്റ്സ്മാനും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, ബോളേഴ്സും സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അവരുടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ലെങ്ത്തിന് എൻ്റർലി വിപരീതമായിട്ടുള്ളൊരു ലെങ്താണ് അവർ ഇന്നലെ ഓപ്പറേറ്റ് ചെയ്തത്. അവർ മോസ്റ്റ് പ്രോബ്ലം ഇല്ല ഒരു ഹിറ്റ് ദ ഡെക്ക് ബോളിംഗ് എന്നുള്ള രീതിയിൽ ഏകദേശം GTയുടെ സിമിലർ കൈൻഡ് ഓഫ് ബോളിംഗ് ആണ് ഉണ്ടായത്. പക്ഷേ ഇന്നലെ അവർ ട്രൈ ചെയ്തത് മൊത്തം അതായത് ഒരു 4 മീറ്റർ ടു 6 മീറ്റർ എന്നുള്ള രീതിയിൽ പിച്ച് അപ്പ് ഡെലിവറീസ്, അതുകൊണ്ട് LBക്ക് മുന്നിൽ കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു. അതിനെ അവർ കൗണ്ടർ അറ്റാക്ക് ചെയ്തു. പിന്നെ അത്രയും കൗണ്ടർ അറ്റാക്ക് വന്നപ്പോൾ ഇവർക്ക് പിടിച്ചു നിർത്താൻ പറ്റിയില്ല എന്നുള്ളതാണ് നടന്നത്. പക്ഷേ മിഡിൽ ഫേസസിൽ അവർ തിരിച്ച് കളി പിടിക്കുന്നത് നമ്മൾ കണ്ടു. ഇപ്പം രണ്ടും ഈ സ്ട്രാറ്റജീസ് രണ്ടും വർക്ക് ചെയ്യാത്ത രണ്ട് ടീമുകൾ തമ്മിൽ കൊളൈഡ് ചെയ്തപ്പോൾ ആദ്യമേ ബാറ്റ് ചെയ്ത ടീമിന് ഏകാധിപത്യം കൂടി എന്നുള്ളതാണ് നമ്മളവിടെ കണ്ടത്. പിന്നെ അതേ ഒരു ലിബർട്ടിയും അതേ ഒരു ഫ്രീഡവും ഈ രണ്ട് ടീമുകളും കളിക്കുമ്പോൾ ഉണ്ടാവത്തില്ല. ഇന്നലെ എന്തുകൊണ്ടാണ് അത്ര വിക്കറ്റ് ടേക്കിംഗ് എടുത്തത്, അല്ലെ വിക്കറ്റ് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ അറിയാം. അവിടുത്തെ കളിക്കാർ മൊത്തം ഒരു ഹൈ ഇൻറ്റൻറ്റ് ഹൈ അഗ്രസീവ് ഗെയിംസ് കളിക്കുന്നവരാണ്. ഈ പറഞ്ഞിട്ട് അവർ 6 ബൗണ്ടറി അടിക്കാൻ ശ്രമിക്കുന്നവരാണ്. പക്ഷേ ഇപ്പുറത്തെ GTയുടെ ബാറ്റ്സ്മാൻമാരെ എന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ അവർ അത്ര അഗ്രസീവ് ഹൈ ഇൻറ്റൻറ്റ് ഗെയിം കളിക്കുന്നവരല്ല. അവർ ക്ലാസിക്കൽ എക്സ്പ്ലോയിനേഴ്സ് കാഴ്ചവെക്കുന്നവരാണ്. അപ്പോൾ അവർ ഈ പറഞ്ഞിട്ട് 6 ബൗണ്ടറി ഒന്നും അടിക്കാൻ നോക്കത്തില്ല. അവർ കൃത്യമായ പ്ലാനിങ്ങിൽ ഓക്കെ ആർച്ചറിനെ വേണം, 2 ബൗണ്ടറി കിട്ടിക്കഴിഞ്ഞാൽ സക്സസ്ഫുൾ, പിന്നെ ഇനി അടുത്ത ഓവറിൽ നോക്കാം എന്നുള്ള രീതിയിൽ ഓരോ ഫേസ് ബിൽഡ് ചെയ്ത് കളിക്കുന്ന ടീമാണ് GT എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവർ 10 ഓവർ വരെ ആരെങ്കിലുമൊക്കെ രണ്ടുപേരും നോട്ട് ഔട്ടായിട്ട് നിൽക്കുകയും 15 ഓവർ വരെ ടോപ്പ് 3 ഒരു ബാറ്റ്സ്മാൻ പോവുകയും ചെയ്യുന്നത്. ആ ഒരു സ്ട്രാറ്റജിക്കൽ പ്ലാനിങ് ഉള്ളതുകൊണ്ടാണ്. അത്ര ഒരു ഇത് ഇവിടുന്ന് വരത്തില്ല. ഇവർ പിന്നെ എന്തുകൊണ്ട് ആദ്യമേ പാളിപ്പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഈ പറഞ്ഞിട്ട് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം അവർക്ക് പറ്റിയൊരു കണ്ടീഷൻസിലല്ല അവർ കളിക്കാൻ പോകുന്നതെന്നും, പിന്നെ അവരുടെ മുന്നിലുണ്ടായ ടോട്ടൽ എന്ന് പറഞ്ഞൊരു പ്രഷറും അവർക്കുണ്ട്. 2 തവണ ഒരേ കാര്യത്താൽ ഒരു ടീം ഫീൽ ആവത്തില്ല. അതിപ്പോൾ പുറകിലോട്ടുള്ള കളികൾ എല്ലാവർക്കും അറിയാം. അതും ഒരു വിന്നിങ് മൊമെന്റ് അല്ലെങ്കിൽ ഈ ഒരു പ്ലേ ഓഫിലേക്ക് ക്വാളിഫൈ ആവുന്ന ടീം ഒട്ടും മോശമുള്ള ടീമുകളല്ല. അവർ 2 തവണ സെയിം മിസ്റ്റേക്സിൽ അവർ ഫെയിൽ ആവത്തില്ല. SRH ഓൾറെഡി ഇന്നലെ അവർക്ക് ഫേവർ ചെയ്യുന്ന ഒരു കണ്ടീഷനിലാണ് ബാറ്റ് ചെയ്തത്. ഇപ്പോൾ രണ്ട് കളിയിൽ നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറയുന്നത്, ഞാനീ പറഞ്ഞത് ഒരു ഹ്യൂജ് സ്കോർ ഫസ്റ്റ് ബാറ്റ് ചെയ്തിട്ട് അതൊരു സ്കോർ ബോർഡിന്റെ പ്രഷർ ഇപ്പോൾ GTയുടെ ബാറ്റ്സ്മാൻമാരിലുണ്ടായിരുന്നു. ഈസിലി 200+ അവിടെ ഒരു 210 ഒക്കെ നിന്ന് കളിക്കാൻ പറ്റുന്ന ബാറ്റ്സ്മാൻമാരാണ് GTയുടെ ടോപ്പ് ഓർഡർ. പക്ഷെ അവരും സ്കോർ ബോർഡിന്റെ പ്രഷറുണ്ട്, കൊളാപ്സ് ആയി. അതേപോലെ തന്നെ SRHന്റെ ഒരു ബാറ്റിംഗ് ലൈനപ്പിന് ഈസി ആയിട്ട് ഒരു 220 ആ റേഞ്ചിലൊക്കെ അടിക്കാൻ പറ്റുന്ന, ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഒരു 240 എന്ന് പറഞ്ഞൊരു സ്കോറിലേക്ക് നമ്മൾ സ്കോർ ബോർഡിന്റെ പ്രഷർ, തീർച്ചയായിട്ടും ഒരു പ്ലേ ഓഫ്, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ബാറ്റിംഗ് ഫസ്റ്റ് കുറച്ചും കൂടി ഒരു സേഫ് ഓപ്ഷൻ ആവുമോ എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ചോദ്യം. ഇത് കഴിഞ്ഞ 2 കളികളെ പോലെ ഒരു ഔട്ട് പെർഫോം സ്കോറിംഗ് ഗെയിം ആയിരിക്കത്തില്ല. അത് ഔട്ട് പെർഫോം സ്കോറിംഗ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഓപ്പോസിഷൻ ബോളിംഗ് ആയിരിക്കത്തില്ല. കാരണം ഇവിടെ കൃത്യമായ മാച്ചപ്സ് ഉണ്ട്. അവർക്ക് 2 പേർക്കും ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രെങ്തിന് പറ്റുന്ന കണ്ടീഷൻസ് വേണം. അപ് ടു ദ ഫുൾ സ്ട്രെങ്തിന് പറ്റുന്ന കണ്ടീഷൻ അല്ലെങ്കിൽ പോലും ദേ ക്യാൻ എക്സ്ട്രാക്ട് സംതിങ് ഫ്രം ദ കണ്ടീഷൻ എന്നുള്ളത് വലിയ ഫാക്ടറാണ്.
അതുകൊണ്ട് ഈ കളി ആരാണെന്നുണ്ടെങ്കിലും ബാറ്റിംഗ് ഫസ്റ്റ് ഈ നമ്മൾ ഈ രണ്ട് കളികളിൽ പോലെ ഒരു 240+ അല്ലെങ്കിൽ 250+ പോത്തില്ല. അത് ഉറപ്പായിട്ടുള്ള ഒരു അല്ല, കാര്യമാണ്. ഇതുപോലെ ഒരു ബാറ്റിംഗ് പ- ട്രാക്കിലാണ് ആർ സി ബി ഇവരെ ഗുജറാത്തിന്റെ ഈ ബോളിംഗ് ലൈനപ്പിനെ 250 മേളിൽ സ്കോർ ചെയ്തത്. അന്ന് അതായത് കണ്ടീഷൻസ് ഒരു ഡിഫറെന്റ് ബാറ്റിംഗ് ആണ്. ട്രാക്ക് ആയിരുന്നു അത്. അന്ന് ബാറ്റിംഗ് ട്രാക്ക് ആണെന്നുണ്ടെങ്കിലും അത് ഷോർട്ട് ബൗണ്ടറീസ് ആയിരുന്നു. ഇപ്പൊ ഈ 6 to 8 ലെങ്ത് എന്ന് പറയുമ്പോൾ അന്ന് ഈ അടിച്ച് സ്കോർ ചെയ്ത ഏരിയ നോക്കണം. അവർ മോസ്റ്റ് പ്രോബ്ലം മിഡ് വിക്കറ്റ് സ്ക്വയർ എന്നുള്ള രീതിയിൽ ക്രോസ് ബാറ്റ് ആണ് കളിച്ചത്. അതായത് ഇവരുടെ ലെങ്ത് അതാണ്. അപ്പൊ ഇവർ ഇച്ചിരി അപ്രണ്ട് എറിയാൻ പറ്റുന്ന ഒരു അത്രത്തോളം എക്സൽ ആവുന്ന ഒരു ടീം അല്ല. അപ്പൊ ഇവർ സ്റ്റിക്ക് ഓൺ ടു ദർ സ്ട്രെങ്ത് ചെയ്തപ്പോൾ അവർ വ്യക്തമായി അത് ടാക്കിൾ ചെയ്തൊന്നും വേണം. ആ ഒരു കണ്ടീഷൻസ് അല്ല ഇവിടെ ഉള്ളത്. ഇവിടെ ബൗണ്ടറീസ് ഇച്ചിരി ലോങ് ആണ്. ഇപ്പൊ ഈ ഒരു സ്ക്വയർ ഹൈ സ്കോറിംഗ്, ആയിരുന്നുണ്ടെങ്കിലും അതായത് ഡീപ്പ് 200 അറൌണ്ട് ആണെന്നുണ്ടെങ്കിലും 200 തന്നെ സ്കോർ നിൽക്കും എന്നാണ് പറയുന്നത്. അതെ 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 മാക്സിമം 200 220 മാക്സിമം. 240 ഒന്നും പോകില്ല. ഇപ്പം രണ്ട് ടീമിന്റെയും ബാറ്റിംഗ് നോക്കി കഴിഞ്ഞാൽ ഏറെക്കുറെ സിമിലർ ആണ്. അവര് ഒരു ടീം GT എന്ന് പറഞ്ഞ ടീം ടോപ്പ് 3 ഹെവിലി ഡിപ്പെൻഡന്റ് ആണ്. RR എന്ന് പറഞ്ഞ ടീം ടോപ്പ് 2 ഹെവി ഡിപ്പെൻഡന്റ് ആണ്. അപ്പൊ അതിനെ രണ്ടിനെയും ബ്രേക്ക് ചെയ്യുക എന്നുള്ളതായിരിക്കും രണ്ട് ടീമിന്റെയും സ്ട്രാറ്റജി. ബൗളിംഗ് കമ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ ഏറെക്കുറെ സിമിലർ തന്നെയാണ്. ഇവിടെയും എനിക്ക് തോന്നുന്നു RRനെക്കാട്ടിലും നമ്മൾ നേരത്തെ പ്രിവ്യൂലും എടുത്തു പറഞ്ഞാണ്, ഇവിടെ 190+ ഹൈറ്റിന് മണ്ടയ്ക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്ന ഫാസ്റ്റ് ബോളേഴ്സ് എപ്പോഴും ഒരു സ്ട്രെങ്ത് ദേ ക്യാൻ പിക്ക് വിക്കറ്റ്. അങ്ങനെ ഇരിക്കെ GTയുടെ കയ്യിൽ RRനെക്കാട്ടിലും കൂടുതൽ ബോളേഴ്സ് ഉണ്ട് ഈ ഹൈറ്റിൽ ഏറ്റവും ടോളസ്റ്റ് ഡെലിവറി വിടുന്നത്. റബാഡ ഈസ് കൈൻഡ് ഓഫ് സെയിം ഹൈറ്റ് ആണ്, സെയിം റിലീസ് ആണ് കമ്പയറിംഗ് ടു ആർച്ചർ. സിറാജ് ഈസ് കൈൻഡ് ഓഫ് സെയിം റിലീസ് ആണ്, സെയിം ഡെലിവറി ഹൈറ്റ് ആണ് ബർഗറുമായിട്ട്. ഹോൾഡറിന്റെ ഹൈറ്റിനനുസരിച്ച് ഒരു ബോളർ ഇല്ല. ബ്രിജേഷും ഹോൾഡറായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ അപ്പുറത്ത് പ്രസിദ്ധ് കൃഷ്ണ അതിലും ടോൾ റിലീസാണ്. അപ്പൊ ഈ ടോൾ റിലീസുള്ള ഫാസ്റ്റ് ബോളേഴ്സിന്റെ എണ്ണം ഇവിടെ കൂടുതലാണ് എന്നുള്ളത് ഇവരെ സംബന്ധിച്ച് വലിയ അഡ്വാൻറ്റേജ് ആണ്. പിന്നെ അടുത്തൊരു ഫാക്ടർ നോക്കി കഴിഞ്ഞാൽ സ്പിന്നേഴ്സ് ഹൂ ക്യാൻ ബോൾ ക്വിക്കർ ത്രൂ ദ എയർ. അതിപ്പോ റഷീദ് ഖാൻ കഴിഞ്ഞ കളി 95± എന്നുള്ള രീതിയിൽ ആണ് എറിഞ്ഞെന്നുണ്ടെങ്കിൽ പുള്ളി ഒരു 100± ഇവിടെ എറിയാൻ പറ്റും. മനസ്സിലായി? അതും ഏറെക്കുറെ നെഗ്ലക്ട് ചെയ്യാൻ പറ്റും. അതായത് ബോളിംഗ് ഏകദേശം ഈക്വിലിബ്രിയമാണ്. ആര് കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒബിയസ്ലി GT എന്ന് പറയും. അത് ഈ പറഞ്ഞ ഇവർ കളിച്ചിട്ടുള്ള കണ്ടീഷൻസ് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്റോറിക്കലി അത് പ്രൂവൺ ആണ്. മനസ്സിലായി? ബോളേഴ്സിന്റെ പിന്നെ ഹൈറ്റ് പറയുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ GT അവരുടെ സ്പിന്നർ സായി കിഷോറിലേക്ക് പോകാൻ സാധ്യതയുണ്ടോ? കാരണം അവർ കഴിഞ്ഞ പ്രാവശ്യം ഇറക്കിയ അവരുടെ ബോളർ എന്താ കെജോരിയ ഫെയിലാവുണ്ടായി. സോ ആ ഒരു സ്ഥാനത്തേക്ക് ഒരു സായി കിഷോർ പ്ലസ് റാഷിദ് ഖാൻ എന്നുള്ളൊരു ഇതിലേക്ക് പോകാനായിട്ട് ഇപ്പോൾ നമ്മൾ ഇന്നലെ യഷ് പുഞ്ചയുടെ സക്സസും കണ്ടു. സക്സസ് എന്ന് പറഞ്ഞാൽ അവിടെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിക്കറ്റ് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ബ്രോ ഈ ടോൾ ഹൈറ്റിൽ നിന്ന് റിലീസ് ചെയ്യുന്ന സ്പിന്നേഴ്സിന്റെ അഡ്വാൻറ്റേജും പറഞ്ഞു. സോ അപ്പോൾ സായി കിഷോർ ടീമിലേക്ക് വരാൻ ചാൻസ് ഉണ്ടോ, അതോ മറ്റേ അർഷിദ് ഖാൻ തന്നെ ടീമിലേക്ക് തിരിച്ചു വരുമോ? അത് മോസ്റ്റ് പ്രോബബ്ലി ബോളിംഗ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അർഷദ് ഖാൻ വരും. GTക്ക് ബോളിംഗ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അർഷദ് ഖാൻ വരും. കാരണം സെക്കൻഡ് ഫേസസിലാണ് കൂടുതൽ സ്പിന്നേഴ്സിനെ അവിടെ തുണയ്ക്കുന്നത്. ബോളിംഗ് സെക്കൻഡ് ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് സായി കിഷോർ ടീമിലേക്ക് വരാനായിരിക്കും ചാൻസ്. അപ്പൊ നമുക്ക് ഈ ഗെയിമിലേക്ക് വരുമ്പോൾ ഏറ്റവും വലിയ മാച്ചപ്പ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് കാര്യം നമ്മൾ ഇപ്പൊ GT വേഴ്സസ് RR പറയുമ്പോൾ ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട ഒരു കാര്യം സൂര്യവംശി എങ്ങനെ അവർ ടാക്കിൾ ചെയ്യുന്നുള്ളതാണ് GT. സോ അവിടെ അതായിരിക്കും GTയെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു സ്ട്രഗിളും. കാരണം ഇന്നലത്തെ മാച്ചിൽ നമ്മൾ കണ്ടാണ് ആ സൂര്യവംശി പിന്നെ ധ്രുവ് ജുറേൽ പരാഗ്, അത് കഴിഞ്ഞാൽ പിന്നെ RR ഇല്ല. സോ സൂര്യവംശി എടുത്തു കഴിഞ്ഞാൽ ഒരു 50% അവർ RRന്റെ ബാറ്റിങ്ങിനെ പെനിട്രേറ്റ് ചെയ്ത പോലെ തന്നെയാണ്. സോ അതിനെന്തായിരിക്കും GT ചെയ്യാനായിട്ട് പോകുന്നത്? ഇന്നലെ എന്തുകൊണ്ട് SRH എന്തൊക്കെയാണ് റോങ് ആയിട്ട് ചെയ്തത് എന്നുള്ളത് തീർച്ചയായിട്ടും അവിടെ ഒരു ഡിസ്കഷൻ പോയിന്റ് ഇല്ല. എന്തായിരിക്കും GTക്ക് വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുന്നത്? ഇതുവരെ ഉള്ളതിനകത്ത് നിന്ന് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്തായിരുന്നു സൂര്യവംശിയുടെ വീക്ക്നെസ്. ഒരു 140+ വരുന്ന യോക്കേഴ്സ്. അത് കഴിഞ്ഞ കളി ബ്രില്യൻ്റ് ആയിട്ട് പുള്ളി കളിച്ചു. അതെല്ലാം ഡോട്ട് ബോൾ ആയെങ്കിൽ പോലും ആ സമയത്ത് ആ ഒരു ഡോട്ട് ബോൾ പുള്ളിക്ക് ഫേവർ ചെയ്താണ് ഉണ്ടായത് സൂര്യവംശിക്ക്. രണ്ടാമത്തെ ബോളിംഗ് വീക്ക്നെസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവർ ദ വിക്കറ്റ് അല്ലെ റൗണ്ട് ദ വിക്കറ്റ് വന്നിട്ട് ഓവർ ദ വിക്കറ്റ് വന്നിട്ട് ഒരു 4th 5th സ്റ്റമ്പിലുള്ള ഒരു ബൗൺസർ എന്നുള്ള രീതിയിൽ ഒരു വീക്ക്നെസ് ആണ്. ഇന്നലെ അത് അത്രത്തോളം അവർ എക്സിക്യൂട്ട് ചെയ്തോ ആക്യുറേറ്റ് ആയിട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ വേണം. കാരണം ബോഡി ലൈനിലാണ് അവർ ഷോർട്ട് ബോളെല്ലാം എറിഞ്ഞത്. അത് ഈസിലി പിക്കപ്പ് ചെയ്യാൻ പറ്റും. പക്ഷെ അത് ഇത്രത്തോളം എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടില്ല. പക്ഷെ അതിലും വിപരീതമായിട്ട് നെഹ്റ എന്ന് പറഞ്ഞൊരു സ്ട്രാറ്റജിസ്റ്റിനെ അത്ര കീനായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഹി വിൽ ഡു സംതിങ് ഔട്ട് ഓഫ് ദ ബോക്സ്. അത് മോസ്റ്റ് പ്രോബ്ലി ഞാൻ വിശ്വസിക്കുന്നു പവർ പ്ലേയിൽ അവർ വാഷിംഗ്ടൺ സുന്ദറിനെ കൊണ്ട് ഓപ്പറേറ്റ് ചെയ്യും എന്നുള്ള രീതിയിൽ. ഏത് ബോളർ എന്നുള്ളതിലുപരി ഇപ്പോൾ ഇന്നലെ നമ്മൾ കമ്മിൻസ് ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ചെയ്തിട്ടാണ് അടി വാങ്ങിച്ചത്. ഫീൽഡ് ഒരുപാട് ചേഞ്ച് നമ്മൾ കണ്ടു. അത് ഡീപ്പ് കവറിൽ ഇടുന്ന കണ്ടു, അതിന് ലോങ് ഓണിൽ ഇടുന്ന കണ്ടു. എന്നിട്ടൊക്കെ ബോൾ ചെയ്തിട്ടും അതിനൊക്കെ ഓവർകം ചെയ്യുന്ന സൂര്യവംശി ഓവർകം ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു തോട്ട് പ്രോസസ് എന്താണെന്ന് വെച്ചാൽ സൂര്യവംശി ഈ ഓരോ ഓഫ് സൈഡിൽ സ്ട്രോങ് ആണ്. പക്ഷേ 5th സ്റ്റമ്പിൽ മീൻസ് കുറച്ചും കൂടെ സേഫ് കമ്പാരിറ്റീവ്ലി ഈ ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഫീൽഡ് എല്ലാം അവിടെ എല്ലാം ഇട്ടിട്ട് വിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുന്നതിനെക്കാട്ടിൽ സ്റ്റിക്സ് ടു ദ ബേസിക് ആണെന്നുണ്ടെങ്കിൽ ഹി വിൽ അവസാനം സൂര്യവംശി വിക്കറ്റ് പോകുന്നത്
വരുന്നതും അങ്ങനെ ഒരു ബോളിലാണ്. അതായത് ഫസ്റ്റ് തേർഡ് മാനിലും ഡീപ് പോയിന്റിലും അല്ലാന്നുണ്ടെങ്കിൽ ഡീപ് സ്ക്വയറിലും കവറിലും ഫീൽഡറിനെ ഇട്ടിട്ട് ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപ് ഫിഫ്ത്ത് സ്റ്റംപിൽ തന്നെ ബോൾ ചെയ്യുക. ഇന്നലെ തന്നെ കമ്മിൻസ് എറിഞ്ഞ ലൈൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ യോർക്കർ ലെങ്ത് എന്ന് പറയുമ്പോൾ ഒരു കാലിലേക്കാണ് എറിയുന്നത്, ഓൺ ടു ദ പാർട്സ് ആണ് എറിയുന്നത്. ഇപ്പൊ ആദ്യം നമ്മൾ ഈ സൂര്യവംശിയുടെ വിക്കറ്റ് എടുത്ത ജാമിസൺ എടുത്തപ്പോഴും പക്ഷെ ആംഗിൾ അതല്ലായിരുന്നു. സോ ഇന്നലെ മൊത്തത്തിൽ പാളിയത് ഔട്ട് ഓഫ് ദ ബോക്സ് സൂര്യവംശിയെ വിക്കറ്റ് എടുക്കുക എന്നുള്ള ഇന്റൻഷനലി ഔട്ട് ഓഫ് ദ ബോക്സ് അവർ ചെയ്യാൻ ശ്രമിച്ചിട്ടാണ് പാളിയെന്ന് എനിക്ക് തോന്നിയത്. അതേസമയം ആ ഒരു ബേസിക്സിൽ അവർ സ്റ്റിക്ക് ചെയ്തില്ല. ഈ ഔട്ട്സൈഡ് ഓഫ് സ്റ്റംപിൽ നിന്നിട്ട് ഓഫ് സൈഡിൽ ഫീൽഡ് ഇടുക എന്നുള്ള ബേസിക്കിൽ സ്റ്റിക്ക് ചെയ്തിരുന്നെങ്കിൽ മോർ ചാൻസസ് ഉണ്ടാകും. കാരണം ഇല്ലാന്ന് ഈ പയ്യനെ എങ്ങനെ അറിഞ്ഞാലും അടിക്കും. ഈ ഫീൽഡ് ഇട്ടിട്ട് അതിനെ പെൻട്രേറ്റ് അതിന്റെ മേളിൽ കൂടെ ഇപ്പോൾ ഫീൽഡർ ഇടുക എന്ന് പറഞ്ഞാൽ അതിന് മേളിൽ കൂടെ അടിക്കുന്നതിനെ എവിടെ കൊണ്ട് ഫീൽഡ് ഇടാൻ പറ്റും? സോ മിസ്റ്റേക്സ് വരുത്താൻ വേണ്ടി വെയിറ്റ് ചെയ്യുക എന്നുള്ളത് ആയിരിക്കും കുറച്ചും കൂടെ ഒരു സേഫ് ഒരു ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ലെഗ് സൈഡിലേക്ക് എറിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞ പോലെ ബൗൺസർ ബോഡി ലൈനിൽ എറിയാന്ന് പറഞ്ഞാൽ അത് ഒരു ഓഡ് ബോളിൽ എറിഞ്ഞിട്ടേ കാര്യമുള്ളൂ. ഇപ്പൊ ഇന്നലെ തന്നെ കണ്ടു, ഇന്നലെ ഒരു സെക്കൻഡ് ഓവറിൽ ലാസ്റ്റ് ബോളിൽ പുള്ളി ഇങ്ങനെ ജസ്റ്റ് ഡിപ്പ് ചെയ്തിട്ട് അടിച്ച് കളയാണ് ചെയ്യുന്നത്. ആ ഒരു ബാലൻസ്, പുള്ളിയുടെ ബാലൻസ്, ബോഡിയുടെ ബാലൻസ് ആ പയ്യന്റെ അത്ര സ്ട്രോങ് ആണ്. ഇപ്പോൾ ഇച്ചിരി ബോഡി ലൈനിൽ വന്നാലും പുള്ളി ഇങ്ങനെ ഡിപ്പ് ചെയ്ത്, അതുപോലെ ഒരു സിക്സ് ഓവറിൽ അതുപോലെ തന്നെ ഒരു സിക്സ് ബോഡി ലൈനിൽ എറിഞ്ഞ് അടിക്കുന്നുണ്ട്. സോ വൺസിന്റെ വയലിൽ അത് ട്രൈ ചെയ്യാന്നുള്ളത് സ്റ്റിക്ക് ടു ദ ബേസിക്സ് അല്ലേ ചെയ്യേണ്ടത്. അല്ല, നമ്മളതിനകത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴൊക്കെ സൂര്യവംശി ഔട്ടായിട്ടുണ്ടോ, ഏർലി ഇനിഷ്യൽ സ്റ്റേജസിൽ ഔട്ടായിട്ടുണ്ടോ, ഈ പറഞ്ഞോട്ട് ജാമിസൺ ആണെന്നുണ്ടെങ്കിലും സിറാജ് ആണെന്നുണ്ടെങ്കിലും ഭുവനേശ്വർ കുമാർ ആണെന്നുണ്ടെങ്കിലും ഔട്ടാക്കിയിട്ടുള്ളത് ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ്റെ ഓവർ ദി വിക്കറ്റ് വന്ന് ബോൾ ചെയ്യുമ്പോഴാണ്. ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻ്റെ റൗണ്ട് ദ വിക്കറ്റ് സൂര്യവംശിക്ക് ഒരു ത്രെറ്റ് അല്ല. ഓവർ ദി വിക്കറ്റ് വരുമ്പോഴാണ് ഒരു ത്രെറ്റ് ആവുന്നത്. അപ്പോൾ ഒന്ന് അതിന് പറ്റിയ ബോളേഴ്സ് ഇവിടെ ഉണ്ട്. സിറാജ് ആണെന്നുണ്ടെങ്കിലും ഓൾറെഡി അത് പ്ലാൻ ചെയ്ത് എക്സിക്യൂട്ട് ചെയ്തൊരു ബോളറാണ്. റബാഡ ആണെന്നുണ്ടെങ്കിലും ഹി ക്യാൻ ബോൾ ലൈക്ക് ഓവർ ദ വിക്കറ്റ് ഫോർ ദ ലെഫ്റ്റ് ഹാൻഡേഴ്സ് എന്നുള്ള ഒരു ഫാക്ടറാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെ ഞാൻ വിശ്വസിക്കുന്നു അതിനോടൊപ്പം തന്നെ അവർ വാഷിങ്ടൺ സുന്ദറിനെ ട്രൈ ചെയ്യാൻ സാധ്യതയുണ്ട്. ഒന്ന്, ഒരു ടോൾ ബോളർ ടോൾ റിലീസ് എന്നുള്ളൊരു ഫാക്ടറും. രണ്ട്, ഇതുവരെ ആരും അങ്ങനൊരു സ്ട്രാറ്റജി ഈ പറയുന്ന സൂര്യവംശിക്കെതിരെ ഒരു ഓഫ് സ്പിന്നർ ട്രാപ്പ് ഇതുവരെ ഒരുക്കിയിട്ടില്ല. പിന്നെ അത് ട്രൈ ചെയ്യാത്തത് കൊണ്ട് ചിലപ്പം ഔട്ട് ഓഫ് ദ ബോക്സ് അത് ചിന്തിച്ചാലും തെറ്റ് പറയാനില്ല. പക്ഷേ നാളെ ഈ പറഞ്ഞിട്ട് എനിക്ക് സൂര്യവംശിയെക്കാട്ടിൽ കൂടുതലും ജയ്സ്വാളെ കളിക്കും എന്നൊരു തോന്നൽ എനിക്കുണ്ട്. ആരെങ്കിലും സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റൂ. ജയ്സ്വാൾ അല്ലെന്നുണ്ടെങ്കിൽ മറ്റു ബാറ്റ്സ്മാൻമാർ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. അല്ലാതെ ആറിന് എന്തായാലും സൂര്യവംശി ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ഈ മാച്ച് ജയിപ്പിക്കുക, എല്ലാ മാച്ചും ഇനിയുള്ള 2 മാച്ചും ജയിപ്പിക്കുമെന്ന് വിശ്വസിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഓൾറെഡി ജുറയിൽ നല്ലൊരു ഗ്ലിംസ് കാണിച്ചു ഇന്നലെ. ഇതുവരെ ഉള്ളൊരു ജുറയിലല്ല ഇന്നലത്തെ മാച്ചിൽ കണ്ടത്. വളരെ പോസിറ്റീവ് ഇന്റന്റ് കാണിക്കുന്ന ഒരു ജുറയിൽ, അതൊരു വളരെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യമാണ് ആറാറിനെ സംബന്ധിച്ച്. പരാഗ് കുറച്ചും കൂടെ ഒരു ലോങ് ഇന്നിങ്സും കൂടെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് താഴേക്ക് ഡൊണോവൻ ഫെരേര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇന്നലെ വളരെ സ്ട്രെയിഞ്ച് ആയിട്ട് വിയേർഡായിട്ട് ബിഹേവ് ചെയ്യുന്ന ഒരു ഡൊണോവൻ ഫെരേരയും ജഡേജയും നമ്മൾ കണ്ടത് ഇന്നലത്തെ മാച്ചിൽ. അപ്പോൾ അത് എന്തുകൊണ്ടാന്ന് പോലും മനസ്സിലാവാത്തൊരു സ്ഥിതിയാണ്, എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു പരാഗ് സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ബ്രോ പറഞ്ഞോളൂ ജയ്സ്വാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഈ സൂര്യവംശി കളിച്ചില്ല എന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ആർ വിൽ ബി ഇൻ ട്രബിൾ. ഇവർ രണ്ടുപേരും ഈ സീസണിൽ 2 കളി അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചതാണ്. അപ്പോൾ അത് നോക്കി കഴിഞ്ഞാൽ GT പോയി GTയെ തോപ്പിച്ചതാണ്. അത് ചില്ലറ കാര്യമല്ല. അന്ന് 210 എടുക്കുകയും മറുപടി ബാറ്റിങ്ങിന് GTക്ക് 204 പറ്റുള്ളൂ. അന്ന് ജയ്സ്വാള പെർഫോം ചെയ്തത് 6 ഓവറിൽ 36 പന്തിൽ 55, സൂര്യവംശി ഒരു ക്യുക്ക് 18 പന്തിൽ 31. അന്ന് ജുറൽ സ്റ്റെപ്പ് അപ്പ് ചെയ്തു, 75 റൺ എന്നുള്ള സ്കോർ ചെയ്തു 42 പന്തിൽ. പക്ഷെ അന്നും റബാഡ 2 വിക്കറ്റ് എടുത്തു. പക്ഷെ മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ GTക്കായി 204 എടുക്കാൻ പറ്റുള്ളൂ. അത് സായി കിഷോർ മാത്രം അന്ന് പെർഫോമൻസ് കാഴ്ചവെച്ചത് 73 റണ്ണേ എടുത്തുള്ളൂ അന്ന്. പക്ഷേ ഇവരെ ഒതുക്കിയത് രവി ബിഷ്ണോയ് എന്ന് പറഞ്ഞൊരു ബോളറാണ്. പുള്ളി പിന്നെ രവി ബിഷ്ണോയ്, അതിനുശേഷം രവി ബിഷ്ണോയ് അവർ ഇറക്കിയിട്ടില്ല എന്നും നമ്മൾ എടുത്തു പറയണം. പക്ഷേ രണ്ടാമത്തെ കളി നേരെ ഡിഫറെൻ്റ് ആയിരുന്നു. വന്നിട്ട് RRനെ അടിച്ച കേസാണ്. അപ്പോൾ RRന്റെ ഹോം ഗ്രൗണ്ടും ഇവിടുത്തെ കണ്ടീഷൻസും അല്ലെ ഗ്രൗണ്ടും തമ്മിൽ വലിയ വ്യത്യാസമല്ല. സെയിം ആണെന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ സിമിലർ ആണ്. അവിടുത്തെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഈ ഗ്രൗണ്ടും GTയുടെ ഹോം ഗ്രൗണ്ടായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല, എൻ്റെ ഡിഫറെൻ്റ് ആണ്. പക്ഷേ RRന്റെ ജയ്പൂരിലെ ഗ്രൗണ്ടുമായിട്ട് ഓൾമോസ്റ്റ് സിമിലർ ആണ്. അപ്പോൾ ആ സിമിലാരിറ്റിയിൽ അവർ കളിച്ചപ്പോൾ ഉണ്ടായത്, അന്ന് GT ഔട്ട് പെർഫോം ചെയ്തു, 229 അടിച്ചു. നമ്മൾ GT 200 അടിക്കത്തില്ല, അല്ല 210 ചേസ് അല്ലെ സെറ്റ് ചെയ്യാൻ സ്ട്രഗിൾ ചെയ്യുന്നു എന്ന് പറഞ്ഞൊരു കളിയാണ് അവർ 229 അടിച്ചത്. അന്നും ക്രൂഷ്യൽ ഗെയിമായിരുന്നു. അന്നും ഇതേ കൂട്ട് തന്നെ ഒരു ഹൈ പ്രഷർ ഗെയിമാണ്. അന്ന് GT 4th പൊസിഷനിൽ നിൽക്കുകയും RR 5th പൊസിഷനിൽ നിൽക്കുകയായിരുന്നു. ആരെ അകത്തേക്ക് കയറും എന്ന് ഡിസൈസീവ് ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കാൻ പറ്റുന്ന ഒരു കളിയാണ്. അന്ന് ഇവർ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. GT 229 അടിച്ചു. അന്നും ഇതേകൂട്ട് തന്നെ സായി സുദർശൻ 55 അടിച്ചു, ഗില്ല് 84 അടിച്ചു, വാഷിങ്ടൺ സുന്ദർ 37 അടിച്ചു. അന്ന് ബ്രിജേഷ് ശർമ്മയാണ് RRന് വേണ്ടി 2 വിക്കറ്റ് എടുത്തത്. മറുപടി ബാറ്റിങ്ങിന് സൂര്യവംശി ആണെന്നുണ്ടെങ്കിൽ ഒരു 16 ബോളിൽ ജുറൽ 24 അടിച്ചു 10 പന്തിൽ, ജഡേജ 35 അടിച്ചു. പക്ഷേ അവർ 152 എന്ന ചെറിയൊരു ടോട്ടലിലേക്ക് അവർ ഒതുങ്ങിപ്പോയി. അതായിരുന്നു ഈ പറയുന്നോട്ട് GTയുടെ വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് വിൻ. അന്ന് ജയിച്ചത് 77 റണ്ണിനോ മറ്റോ ആണ്.
അത് GTയെ സംബന്ധിച്ച് ബിഗ്ഗസ്റ്റ് വിനും RRനെ സംബന്ധിച്ച് ബിഗ്ഗസ്റ്റ് ഡിഫീറ്റും ആയിരുന്നു. അന്ന് റഷീദ് ഖാൻ 4 വിക്കറ്റും എടുത്തു, ഹോൾഡർ 3 വിക്കറ്റും എടുത്തു. അന്ന് ഈ ഹോൾഡറിന്റെ അഡീഷന് മുമ്പും ശേഷമുള്ള GT രണ്ട് ഡിഫറൻറ്റാണ്. ഇത് രണ്ടാമത്തെ കളി കളിക്കുന്നത് ഹോൾഡറിന്റെ അഡീഷന് ശേഷമാണ്. അപ്പം അന്ന് അവരുടെ ഒരു ബിഗ്ഗസ്റ്റ് വിൻ നേടിയ ടീമാണ്. അപ്പം അതിൻ്റെ സിമിലർ കണ്ടീഷൻസ് ആണ് ഇവിടെ. അപ്പം അതുകൊണ്ട് ഞാൻ സ്ട്രോങ് ആയിട്ട് വിശ്വസിക്കുന്നു, എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ കളി GT ജയിക്കും എന്ന് തന്നെയാണ്. ഇപ്പം ഞാൻ അതിനേക്ക് വേണ്ടി കൂടുതൽ ഡിഗ് ചെയ്ത് പോയി എന്താണ് ഇവരുടെ ആ ഗ്രൗണ്ടിലെ പെർഫോമൻസ് എന്ന് നോക്കി കാണാൻ പോയപ്പോഴത്തേക്കിനും ഗില്ലിൻ്റെ ആ ഗ്രൗണ്ടിലെ ആവറേജ് 25. സ്ട്രൈക്ക് റേറ്റ് അതായത് എൻ്റെ IPL ഹിസ്റ്ററിയിൽ 25ഉം 129 സ്ട്രൈക്ക് റേറ്റ്. സായി സുദർശൻ്റെ 41ഉം 131 സ്ട്രൈക്ക് റേറ്റ്. ജോസ് പിള്ളറിന്റെ 38ഉം 115 സ്ട്രൈക്ക് റേറ്റ്. സുന്ദറിന്റെ 33 165 സ്ട്രൈക്ക് റേറ്റ്. അവരുടെ ബോൾസ് പെർ ബൗണ്ടറിയും ആ ഗ്രൗണ്ടിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ മോശമാണ്. 5.2, 5.8, 6.6, 4 എന്നുള്ള രീതിയിലാണ് ഈ പറഞ്ഞ കോൺസിക്യൂട്ടീവായിട്ട് ഇവരുടെ ബോൾസ് പെർ ബൗണ്ടറി നിൽക്കുന്നത്. അത് അത്ര നല്ല സ്റ്റാറ്റ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. പക്ഷെ അവരുടെ ബോളേഴ്സ് അവിടെ ത്രെറ്റനിങ് ആണ്. കാരണം റബാഡയുടെ ഒരു സമയത്തെ ഹോം ഗ്രൗണ്ട് ആയിരുന്നു ഇത്, റബാഡ പഞ്ചാബി കളിക്കുമ്പോൾ. അതുകൊണ്ട് റബാഡ 6 ഇന്നിങ്സിൽ നിന്ന് 6 വിക്കറ്റ് എടുത്തുകൊണ്ട് 8.7 എക്കോണമി. അതായത് ഹീ നോ ദ ഗ്രൗണ്ട് വെരി വെൽ. സിറാജ് 1 വിക്കറ്റ് എടുത്തിട്ടുള്ളെങ്കിൽ പോലും എക്കോണമി എന്ന് പറയുന്നത് 8.6 ആണ്. പ്രസിദ്ധ് കൃഷ്ണ 2 കളിയിൽ നിന്ന് അവിടെ 5 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. റഷീദ് ഖാൻ ആണെങ്കിൽ 3 കളിയിൽ നിന്ന് 2 വിക്കറ്റും എടുത്തിട്ടുണ്ട്. എക്കോണമി എന്ന് പറയുന്നത് 6.25 ആണ്. അത് ക്ലിയർലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവരുടെ ബോളേഴ്സിന് ത്രെട്ടനിങ് ആവാൻ പറ്റുന്ന ഗ്രൗണ്ട് തന്നെയാണ്. അത് അവര് മറ്റേ ധർമ്മശാലയിൽ അവർ നിഷ്പ്രഭമായിരുന്നു. അത് നമ്മൾ പറഞ്ഞാണ് അത്ര ഒട്ടും ത്രെട്ടനിങ് അല്ല. പക്ഷെ ഇവിടെ നേരെ തിരിച്ചാണ്. ഇവിടെ ത്രെട്ടനിങ് ആവാനുള്ള പൊട്ടൻഷ്യൽ ഭയങ്കര കൂടുതലാണ് GT ബോളേഴ്സ്. എങ്ങനെ ആർച്ചറിന് ഈ ഒരു GT ടോപ്പ് ഓർഡറിനെ പെനിട്രേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു ആംഗിളും കൂടെ പറയാം. അല്ലാന്നുണ്ടെങ്കിൽ എങ്ങനെ ആർച്ചറിനെ ഇവർ കൗണ്ടർ അറ്റാക്ക് ചെയ്യും, കൗണ്ടർ അറ്റാക്ക് അല്ല, ആർച്ചർ എന്ന് പറഞ്ഞ ത്രെട്ടിനെ എങ്ങനെ ഇവർ ഓവർകം ചെയ്യുന്നത്. കാരണം GTയുടെ ഒരു ടോപ്പ് 3 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കഴിഞ്ഞ മാച്ചിൽ നമ്മൾ കണ്ടാണ് ടോപ്പ് 3 പോയി കഴിഞ്ഞാൽ അവർ ഇപ്പോൾ ഈ നിഷാന്ത് സിന്ധു വന്നിട്ട് എന്താണ് കാണിച്ചത്. അതിനുശേഷം വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നതേ ഇല്ല. മീൻസ് ഇവരുടെ ഒരു പ്രോബ്ലത്തിൻ്റെ ഒരു 50% സോൾവ് ചെയ്യാനായിട്ട് വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പറ്റും. കാരണം ഈ ടോപ്പ് 3 കഴിഞ്ഞാൽ ഒന്ന് താങ്ങാനായിട്ടുള്ളത് വാഷിംഗ്ടൺ സുന്ദർ. പിന്നെ ഹോൾഡർ വരുന്നത് ഒരു ഫിനിഷറായിട്ടാണ്, അല്ലെങ്കിൽ തെവാട്ടിയായിരുന്നു. അപ്പോൾ വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവർ ഈ സേഫ് ഗെയിം തന്നെ കളിക്കേണ്ടി വരും. അങ്ങനെ സേഫ് ഗെയിം കളിക്കാനായിട്ടാണെങ്കിൽ ആർച്ചറിനെ എങ്ങനെ ആർച്ചർ എന്ന് പറയുന്ന ത്രെട്ടിനെ എങ്ങനെ ഇവർ ഓവർകം ചെയ്യും, കുറച്ച് സേഫായിട്ട് കളിക്കുമോ അതോ കൗണ്ടർ അറ്റാക്ക് ചെയ്യുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ ഗെയിമിൽ. ഈ പറയുന്ന കൂട്ട് RRന്റെ കറന്റ് ബോളിംഗ് ലൈനപ്പ് എഗനസ്റ്റ് GT ഇൻ ലാസ്റ്റ് 2 ഇയേഴ്സ് ഞാൻ എടുത്ത് നോക്കി. ലാസ്റ്റ് 2 ഇയേഴ്സ് എടുത്ത് നോക്കാനുണ്ടായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ടീം കഴിഞ്ഞ ഒരു ഓപ്ഷന് ശേഷം ഈ ഒരു ടീം ഇറങ്ങിയത് ഈ വർഷവും കഴിഞ്ഞ വർഷവുമാണ്. അതായത് ഈ 2 വർഷത്തെ സ്റ്റാറ്റ്സാണ് ഞാൻ എടുത്ത് നോക്കി. കാരണം അതിന് മുമ്പ് എൻ്റെ 2 ടീംസാണ് ഈ പറയുന്നത്. GT കളിച്ച പലരും അന്ന് RRലുണ്ട്, RR കളിച്ച പലരും അന്ന് GTയിലുണ്ട്. അപ്പം അങ്ങനെ മാറി തിരിഞ്ഞ് നടക്കും. അതുകൊണ്ട് കഴിഞ്ഞ 2 വർഷത്തെ മാത്രമാണ് സ്റ്റാറ്റ്സ് എടുത്ത് നോക്കിയത്. അന്ന് ആർച്ചർ 4 ഇന്നിങ്സ് കളിച്ചിട്ടുള്ള ആകെ 2 വിക്കറ്റ് മാത്രമേ GTക്കെതിരെ എടുത്തിട്ടുള്ളൂ. എക്കോണമി എന്ന് പറയുന്നത് 10.8 ആണ്. ബർഗർ ആണെങ്കിൽ ഒരു ഒറ്റ ഇന്നിങ്സേ കളിച്ചിട്ടുള്ളൂ, 9.6 ആണ് എക്കോണമി. ജഡേജ 3 ഇന്നിങ്സ് കളിച്ചിട്ടുണ്ട്, 8.44 ആണ് എക്കോണമി. അതായത് അത്ര ത്രെട്ടനിങ് അല്ല എന്ന് നമുക്ക് ആ സ്റ്റാറ്റ്സ് കാണുമ്പോൾ അറിയാം. അപ്പം ഞാൻ അവരുടെ ബാറ്റിങ്ങിനെ കുറിച്ചുകൂടെ പറയണമല്ലോ. ഇവരുടെ ബാറ്റിംഗ് കഴിഞ്ഞ 2 വർഷം VSS GTയുടെ ബോളിംഗുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ജുറല് 44.67 ഉണ്ട്, ജയ്സ്വാൾ 44.67 ഉണ്ട് ആവറേജ്. സ്ട്രൈക്ക് റേറ്റ് 154. സൂര്യവംശിക്ക് 56 ഉണ്ട് ആവറേജ്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ആവറേജ് എന്ന് പറയുന്നത് 56 വിത്ത് സ്ട്രൈക്ക് റേറ്റ് ഓഫ് 233 ഉണ്ട് സൂര്യവംശി അഗൈൻസ്റ്റ് GT ബോളേഴ്സ്. അതേ കൂട്ട് തന്നെ പിന്നെ ജഡേജ 66 ആവറേജ്, 132 സ്ട്രൈക്ക് റേറ്റ്. പരാഗിന് 33 ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 200. ജുറല് 34.6 ആവറേജും 185 സ്ട്രൈക്ക് റേറ്റും. അതായത് ഓൾ ടുഗദർ ഇവിടുത്തെ ബാറ്റ്സ്മാർക്ക് അത്യാവശ്യം നല്ല റെക്കോർഡുണ്ട് GT ബോളേഴ്സിനെതിരെ. ഒട്ടും വ്യത്യാസമല്ല അപ്പുറത്തെ കാര്യം. ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി ഒരു 20% കൂടുതലാണ് GTയുടെ ബാറ്റ്സ്മാരുടെ സൈഡിൽ നിന്നുള്ള പെർഫോമൻസ്. സായി സുദർശന്റെ ആവറേജ് 62.25 ആണ്, സ്ട്രൈക്ക് റേറ്റ് 152. ബോൾസ് പെർ ബൗണ്ടറി എന്ന് പറയുന്നത് 4.5 ആണ്. അതായത് സായി സുദർശന്റെ ബെസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. അത് തന്നെയാണ് ഗില്ലും, 56 ആണ് ആവറേജ്, 175 സ്ട്രൈക്ക് റേറ്റ്, 4.6 ആണ് ബൗണ്ടറി, അതും ബെസ്റ്റ് എന്ന് പറയാം. ബട്ട്ലറിന്റെ ആണെങ്കിൽ 41.6 ആണ്, 166 ആണ് ആവറേജ്. ബട്ട്ലർ 3.9 ആണ് ബോൾസ് പെർ ബൗണ്ടറി, അതും ബട്ട്ലറിന്റെ ബെസ്റ്റ് എന്ന് പറയാം. സുന്ദറിനാണെങ്കിൽ 27 ആണ് ആവറേജ്, 180 ആണ് സ്ട്രൈക്ക് റേറ്റ്, 4.2, അതും ബെസ്റ്റ് എന്ന് പറയാം. തിവാട്ടിയുടെ ആണെങ്കിൽ 29.5 ആണ് ആവറേജ്, സ്ട്രൈക്ക് റേറ്റ് 226, ബോൾസ് പെർ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ 2.8, അത് സൂപ്പർ ബെസ്റ്റ് എന്ന് പറയാം. അപ്പോൾ ഇവരുടെ ബോളേഴ്സിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഒട്ടും വ്യത്യാസമല്ല. റബാഡ ആണെങ്കിൽ 2 ഇന്നിങ്സിൽ നിന്ന് ഏകദേശം 4 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. സിറാജ് 4 ഇന്നിങ്സിൽ നിന്ന് 3 വിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഹോൾഡർ 1 വിക്കറ്റ്, ഒരു കളിയിൽ നിന്ന് 3 വിക്കറ്റ്, എക്കോണമി എന്ന് പറയുന്നത് 4.8. റഷീദ് ഖാൻ ആണെങ്കിൽ
4 ഇന്നിങ്സിൽ നിന്ന് 8 വിക്കറ്റ്, എക്കോണമി 8.3. സുന്ദർ ആണെങ്കിൽ 2 കളി കളിച്ചിട്ടുണ്ട്, പക്ഷെ വിക്കറ്റ് ഒന്നും എടുത്തിട്ടില്ല. 11.48 ആണ്, ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. നമ്മുടെ രാജകുമാരൻ ഇന്നേ വരെ 6 അടിക്കാത്ത ഒരു ഗ്രൗണ്ടാണ് അത്. ഓക്കെ, അപ്പൊ ക്ലിയർ ആയിട്ടുള്ള ഒരു എഡ്ജ് ബ്രോ പറഞ്ഞു വരുമ്പോഴും എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. നമ്മൾ കോണ്ടസ്റ്റിന്റെ കാര്യം വിട്ടുപോയി പറയാനുണ്ട്. അപ്പൊ നമ്മുടെ കോണ്ടസ്റ്റിന്റെ ഒരു ചോദ്യമുണ്ട്. ഈ വീഡിയോയുടെ ചോദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് തന്നെ പറയേണ്ടതാണ്, എങ്കിലും ചോദ്യം പെട്ടെന്ന് ക്വിക്കായിട്ട് തന്നെ പറയാം. ഗില്ലിന്റെ സ്കോറാണ് നമ്മുടെ ഈ ഒരു മാച്ചിന്റെ കോണ്ടസ്റ്റിന്റെ ചോദ്യം എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് അത് നമ്മുടെ ഈ വീഡിയോയുടെ അണ്ടറിൽ തന്നെ കമന്റ് ചെയ്യുക. ഗില്ല് സ്കോർ മാത്രം മതി, ബോളിൽ എത്ര ബോൾ നിന്നും വേണ്ട, സ്കോർ മാത്രം ഈ കമന്റ് ചെയ്യുക. അത് മാച്ചിനൊരു, നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞ മാച്ചിന് തൊട്ടുമ്പോൾ തന്നെ മാച്ചിന് ഒരു 1 hour മുമ്പ് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഉത്തരങ്ങൾ അതിൽ കമന്റായിട്ട് ഇട്ട് കഴിഞ്ഞിരിക്കണം. അത് കഴിയുമ്പോഴത്തെ നമുക്ക് കമന്റ് ബോക്സ് ഓഫ് ചെയ്യും. സോ ഓൾറെഡി വിന്നിങ്ങിന് ഇത് കേട്ടിട്ടില്ലാത്തവർ നമ്മൾ കൊടുക്കാനായിട്ട് പോകുന്നത് വിരാട് കോഹ്ലിയുടെ ബ്രാൻഡായിട്ടുള്ള 1.8 ലോഞ്ച് ചെയ്യാത്ത, അടുത്ത മാസം ലോഞ്ച് ചെയ്യുന്ന ഒരു ഷൂസാണ്. ഇല്ല, അത് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഇക്വലൻ്റ് ആയിട്ട്, അതുപോലെ തന്നെ ഇക്വലൻ്റ് ആയിട്ടുള്ള നല്ലൊരു ബ്രാൻഡ് ഷൂസാണ് നമ്മുടെ ഒരു ടോക്കൺ ഓഫ് ലവ് എന്നുള്ള രീതിയിൽ ഈ കോൺടെസ്റ്റിന്റെ വിന്നറിന് കൊടുക്കുന്നത്. അപ്പോൾ ഈ 3 ചോദ്യങ്ങളിൽ ഇതെടുത്തിട്ട് ഒന്നിലധികം വിന്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒന്നിലധികം ഇതുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ഡ്രോ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഫൈനൽ വിന്നറിനെ തീരുമാനിക്കുന്നത്. സോ എന്തായാലും നമുക്ക് എഡ്ജിലേക്ക് തന്നെ വരാം. എഡ്ജ് ബ്രോ, അപ്പൊ ബ്രോ പറയുന്നത് GTക്ക് ഒരു നല്ല എഡ്ജ് ഉണ്ട് ഈ ഒരു മാച്ചിൽ എന്നാണ്. അത് ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം അതിന് വേറൊരു ഫാക്ടറും ഉണ്ട്. വിന്നിങ് മൊമെന്റം ആറാറിന്റെ ഭാഗത്ത് ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ആറാറ് ഒരു മാച്ച് കഴിഞ്ഞിട്ട് വരികയാണ്, GT ഒന്ന് ജസ്റ്റ് റെസ്റ്റ് ചെയ്തിട്ട് വരികയാണ്. അതുപോലെ തന്നെ ഈ ഒരു കണക്കുകളെല്ലാം GTക്ക് അനുകൂലമായിട്ട് വരുന്നു. GT കുറച്ചും കൂടെ പ്ലാൻ ചെയ്യും, കുറച്ചും കൂടെ അവെയർ ആയിരിക്കും RCB ആയിട്ടുള്ള ഒരു തോൽവിക്ക് ശേഷം വരുമ്പോഴത്തേക്ക്. സോ ആ ഫാക്ടർ എല്ലാം കണക്കിലെടുക്കുമ്പോഴത്തേക്ക് ആറാറിനെ GT നല്ല രീതിയിൽ കൗണ്ടർ ചെയ്യാനും GTക്ക് ഒരു എഡ്ജ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. സൂര്യവംശി എന്ന് പറഞ്ഞൊരു ഫാക്ടർ അവന്റെ ഇടയ്ക്ക് കയറി നിൽക്കുക. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആറാറിന് ജയിക്കണമെന്നുണ്ടെങ്കിൽ സൂര്യവംശി അല്ലാതെ ഒരാൾ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. അത് ഒരുപക്ഷെ പരാഗാവാം, ഇല്ലാന്നുണ്ടെങ്കിൽ ജയ്സ്വാൽ ആവും. ഏതെങ്കിലും ഒരാൾ ഒരു എക്സ്ട്രാ ഓർഡിനറി ഇന്നിങ്സ് കളിച്ചാൽ മാത്രമേ ആറാറിന് ഇതിൽ ജയിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ബോൾ ചെയ്യുമ്പോഴും കഴിഞ്ഞ ഒരു മാച്ചിന്റെ കൺസിസ്റ്റന്റ് പെർഫോമൻസ് അവരുടെ ബോളേഴ്സ് കാഴ്ചവെക്കണം. തിരിച്ച് GTയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാം പറയുമ്പോഴും വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് അപ്പ് ചെയ്തേ പറ്റത്തുള്ളൂ. വാഷിംഗ്ടൺ സുന്ദർ സ്റ്റെപ്പ് അപ്പ് ചെയ്യണം. മിഡിൽ ഓർഡർ ഇല്ലാന്നുണ്ടെങ്കിൽ GTയുടെ മിഡിൽ ഓർഡർ ഒരു എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പൊ നിഷാന്ത് സിന്ധു ഒക്കെ വളരെ പ്രഷറിൽ ഇങ്ങനെ പൊളിഞ്ഞു പോകുന്നത് നമ്മൾ കഴിഞ്ഞ മാച്ചിലും കണ്ടതാണ്. അപ്പോൾ പ്രഷർ ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു പ്ലെയർ അവരുടെ മിഡിൽ ഓർഡറിൽ ഇല്ല. ഹോൾഡർ ആണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കഴിഞ്ഞ മാച്ചിലും വരുന്നത്. അപ്പോഴത്തേക്ക് കളി കൈവിട്ട് പോകും. പിന്നെ ഹോൾഡറിന് ഒറ്റയ്ക്ക് കൂട്ടിയെ കൂടുന്ന ഒരു സ്ഥിതിയിലല്ല. സോ അതുകൊണ്ട് തന്നെ ആസ് എ സീനിയർ, വാഷിംഗ്ടൺ സുന്ദർ ശരിക്കും പറഞ്ഞാൽ സീനിയറാണ്. ഇപ്പോൾ യങ് പ്ലെയർ ഒന്നുമല്ല, എത്ര വർഷമായിട്ട് കളിക്കും. ഇപ്പൊ തന്നെ എത്ര വർഷമായി ഇന്ത്യക്ക് ടെസ്റ്റ് ടീമിൽ കളിക്കാനായിട്ട് തന്നെ എനിക്ക് 8 വർഷമായി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലെയർ സ്റ്റെപ്പ് അപ്പ് ചെയ്താൽ മാത്രമേ GTയുടെ ഒരു ബാറ്റിങ്ങിന്റെ മിഡിൽ ഓർഡറിൽ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റൂ. അതും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ എഡ്ജ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനും അതിൽ ക്യാപിറ്റലൈസ് ചെയ്യാനും പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. വേറെ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യാനായിട്ടുണ്ടോ ഇതിൽ? പോയിന്റ്സ് ആഡ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ റബാഡയ്ക്ക് നല്ല റെക്കോർഡുണ്ട് ഈ എഗനസ്റ്റ് ആറാറിൻ്റെ ബാറ്റ്സ്മാൻമാരുമായിട്ട്. ഔട്ട് ഓഫ് 6 ഇന്നിങ്സിൽ നിന്ന് 3 തവണ ജയ്സ്വാളിനെ ഔട്ടാക്കിയത് റബാഡയാണ്. അതുകൂട്ട് 2 തവണ വീതം പരാഗ്, ഡൊണാൾഡൻ ഫെരേര, ജഡേജ എന്ന് പറഞ്ഞ ബാറ്റ്സ്മാൻമാരെയും ഔട്ടാക്കിയിട്ടുണ്ട്. ഒട്ടും വ്യത്യസ്തമല്ല ആർച്ചർ ഔട്ട് ഓഫ് 6 ഇന്നിങ്സ് 3 തവണ ഗില്ലിനെ ഔട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതായത് അവരുടെ ഓപ്പണിംഗ് ബോളേഴ്സിന് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല മാച്ചപ്സ് ഉണ്ട്. അപ്പം അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം, ഫസ്റ്റ് 3 overs അല്ലെ ഫസ്റ്റ് 4 overs ഈസ് ഗോയിങ് ടു ബി വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ബോത്ത് ദ ടീംസ്. അത് ആദ്യമേ നല്ല രീതിയിൽ ആര് കളിക്കുന്നോ ദേ ആർ ഗോയിങ് ടു ബി ദ വിന്നേഴ്സ് ഓഫ് ദിസ് ഗെയിം. അത് നമ്മൾ ത്രൂ ഔട്ട് ഈ പറഞ്ഞിട്ട് 20-40 ഓവർ കാണണ്ട. 2 ടീമിൻ്റെയും ഒരു 4 അല്ലെങ്കിൽ 5 ഓവർ വീതം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വിന്നേഴ്സിനെ ഏറെക്കുറെ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമുക്ക് ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ പ്ലേയിങ് 11ലേക്ക് വന്നു കഴിഞ്ഞാൽ ജസ്റ്റ് അതും കൂടെ ഒന്ന് പറയണമല്ലോ. അപ്പോൾ കഴിഞ്ഞ മാച്ചിന്റെ പ്ലേയിങ് 11 തന്നെ തുടരാനായിരിക്കും ആറാറ് വിന്നിങ് കോമ്പിനേഷൻ ആയതുകൊണ്ട് തന്നെ അത് തുടരാൻ ആറാറ് തീരുമാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ശുഭം ദുബെ ഒരു ഇമ്പാക്ട് സബായിട്ട് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, ആവശ്യം വന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ബോളറിനെ യൂസ് ചെയ്യുക എന്നുള്ള രീതിയിലായിരിക്കും ആറാറ് പോകുന്നത്. GTയെ സംബന്ധിച്ച് ഒരുപക്ഷെ അർഷദ് ഖാൻ ടീമിലേക്ക് വരാനോ അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ടോൾ റിലീസ് ഉള്ള ബോളർ സായി കിഷോർ ടീമിലേക്ക് വരാനോ ഉള്ള ചാൻസ് ഞാൻ കാണുന്നു. ഞാൻ പ്രിഫർ ചെയ്യുന്നത് സായി കിഷോറാണ്. ഇന്നലെ 2 സ്പിന്നേഴ്സ്, ജഡേജ ഒക്കെ ഇന്നലെ പെർഫോം ചെയ്ത്, അതുപോലെ തന്നെ ഒരു വിക്കറ്റ് നമ്മുടെ യഷ്രാജ് പുഞ്ച എടുത്തതൊക്കെ വെച്ചിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ബ്രോ എന്തെങ്കിലും ചേഞ്ചസ് കാണുന്നുണ്ടോ പ്ലേയിങ് ലെവലിൽ? ഇപ്പോൾ അവരുടെ ഇനിഷ്യൽ ഓപ്പണേഴ്സ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കി എല്ലാം അവർക്ക് റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻമാരാണ്. അതും ഈ പറയുന്ന പോലെ സായി സുന്ദർശനെ കളിപ്പിക്കാനുള്ള ടെൻഡൻസി കൂട്ടും അവരുടെ ടീമിനെ സംബന്ധിച്ച്. ആ ഒരു ചേഞ്ച് ഞാൻ നോക്കി കാണുന്നുണ്ട്. പക്ഷേ ബൗളിംഗ് ഫസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് ഞാൻ കാണുന്നുമില്ല, അതും കൂടെ പറയണം.
പക്ഷേ RRനെ സംബന്ധിച്ച് ചേഞ്ചസ് കൊണ്ടുവന്നേ പറ്റൂ. ഈ ചേഞ്ചസ് അല്ലെങ്കിൽ ഇത്രേ കളി എങ്ങനെയൊക്കെയോ തപ്പിച്ചു പോയി എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പർട്ടിക്കുലർലി പറയുന്ന ഒരു ഒറ്റ കളിക്കാരനെ കൂട്ടാണ് ദശുൻ ഷാനക. പുള്ളിയെ ഈ പറയുന്നിട്ട് ഒരു 10 ഓവറിനകം ഇറക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പുള്ളിക്ക് പകരം ഒരു ഫിനിഷറായിട്ട് വേറെ ബെഞ്ചിൽ ആളുണ്ട്, അവരെ ഇറക്കുക. അതും ഇങ്ങനത്തെ ബാറ്റിംഗ് ട്രാക്സിൽ ഇങ്ങനെ ഒരു റിസ്ക് എടുക്കേണ്ട കാര്യമുണ്ടോ? അപ്പം അത് ഇന്നലെ വളരെ മോശമായിട്ടാണ് അവർ ഇമ്പാക്ട് ചെയ്തത്. ഇന്നലെ വളരെ വ്യക്തമായിട്ട് വളരെ മോശമായിട്ടാണ് അവർ ഇമ്പാക്ട് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു 25 റൺ ഒരു ഷോട്ട് അടിച്ചത് ആ പോയ ഇതിനകത്തിൽ. അപ്പം പക്ഷേ ഇന്നലെ ഇവരുടെ ബാറ്റിംഗ് കൊളാപ്സ് ആയതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതൊരു ഹൈ സ്കോറിംഗ് ഗെയിം ആയതുകൊണ്ട് അത് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതൊരു ലോ സ്കോറിംഗ് ഗെയിം അല്ലെങ്കിൽ ഈ സൂപ്പർ ഹൈ സ്കോറിംഗ് ഗെയിം അല്ലാത്ത പക്ഷം അവർ അഫക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ അവരൊരു മാറ്റത്തിന് തയ്യാറാകുമോ എന്നുള്ളത് എനിക്കറിയത്തില്ല. അല്ല, എനിക്കിപ്പോ ഈ ഷനകയെ മാറ്റണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി നേരത്തെ ഡിസ്കസ് ചെയ്തത്. ഷനകയോടുള്ള പ്രശ്നമുണ്ടല്ലോ, ഹെഡ്മേർ എത്ര മോശമാണെന്നുണ്ടെങ്കിൽ ഹെഡ്മേർ ഈസ് എ ബെറ്റർ ബാറ്റ്സ്മാൻ ദാൻ ഷനക എന്നുള്ളതാണ് നമ്മുടെ അന്ന് നമ്മൾ പറഞ്ഞൊരു പോയിന്റ്. അതുപോലെ തന്നെ ഷനകയെ ബോളിംഗിൽ അവർ അങ്ങനെ പ്രോപ്പർലി യൂസ് ചെയ്യുന്നതുമില്ല. സോ ഷനകയെ അവർ മാറ്റും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു ഇതുമില്ല. അവർ മാറ്റാനുള്ള ചാൻസ് 99% കുറവാണ്. പക്ഷെ അഥവാ മാറ്റുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബെഞ്ചിലുള്ള ഹെഡ്മേർ മാത്രം, വേറെ ഏതെങ്കിലും ഫിനിഷേഴ്സ് ഉണ്ടോ അവർക്ക് ഇതിൽ? ഫെരേര ഓൾറെഡി കളിക്കുന്നുണ്ട്, ഇല്ലാന്നൊരു പ്രെട്ടോറിയസ് ഒരു ഫിനിഷർ അല്ല. ശിവൻ ദുബെ ഇമ്പാക്ട് സബിൽ ഉണ്ട്. ഹെഡ്മേർ തന്നെ വരേണ്ടി വരും, വേറെ ആരും ഇല്ല. ഹെഡ്മേർ തന്നെ വരേണ്ടി വരും. വേറെ ബാറ്റ്സ്മാൻമാർ അവരുടെ ബെഞ്ചിലില്ല, ബാക്കിയെല്ലാം ബോളേഴ്സാണ്. ആകെ 2 ബാറ്റ്സ്മാൻമാരോടെ ഉള്ളൂ അവരുടെ ബെഞ്ചിൽ, ഒന്ന് പ്രെട്ടോറിയസും ഒന്ന് ഹെഡ്മേറുമാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മാച്ചിൽ ലാസ്റ്റ് ഇപ്പോൾ ഒരു കളി ജയിച്ചിട്ട് വരുന്നതുകൊണ്ട് ഒരു കോമ്പിനേഷൻ അവർ മാറ്റവും തോന്നുന്നില്ല. അവർ ഷനകയെ വെച്ച് തന്നെ പോകാനാണ് 99% ചാൻസ്. എന്തായാലും നമുക്ക് നോക്കാം. എന്തായാലും നിങ്ങൾ ഈ ഒരു കോൺടെസ്റ്റിൽ തീർച്ചയായിട്ടും പങ്കെടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ മാച്ചിന് മുമ്പ് ലൈവ് വരുന്നത് ഓൺലി ഫോർ സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കും. സോ നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രിവ്യൂ പോലെയല്ല, നമുക്ക് കുറച്ച് ചിറ്റ് ചാറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞിരിക്കാനുള്ള ഒരു വേദി എന്നുള്ള രീതിയിലാണ് മാച്ചിന് മുമ്പുള്ള 1 hour ലൈവ് വരുന്നത്. അതുപോലെ തന്നെ ഈ കോൺടെസ്റ്റിന്റെ ചോദ്യം ഒന്നും കൂടെ പറയാം. ശുഭ്മൻ ഗില്ലിന്റെ സ്കോറാണ് അത്. ഈ വീഡിയോയുടെ കമന്റ് സെക്ഷനിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആഡ് ചെയ്യുക. അപ്പോൾ വിന്നറിനെ നമ്മൾ ഈ 3 മാച്ചിന്റെ വിന്നേഴ്സിനെ വെച്ചിട്ട് ഒന്നിൽ കൂടുതലുണ്ടെങ്കിൽ ഡ്രോ ചെയ്തിട്ടായിരിക്കും വിന്നറിനെ തീരുമാനിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ 1 hour മുമ്പ്, മാച്ചിന് 1 hour മുമ്പ് കമന്റ് ബോക്സ് നമ്മൾ ഓഫ് ചെയ്യുന്നതായിരിക്കും. അത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ മാച്ചിനെ പറ്റിയിട്ടുള്ളത് കമന്റ് ബോക്സിൽ പങ്കുവെക്കാനും മറക്കരുത്. ലൈക്ക് ചെയ്യുക. അതുപോലെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, നിങ്ങൾ ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ തീർച്ചയായിട്ടും പറ്റുന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ. ഞങ്ങളെ ഒന്ന് ഹൈപ്പ് ചെയ്ത് ഹെൽപ്പ് ചെയ്യുക, കുറച്ചും കൂടെ റീച്ച് ഞങ്ങൾക്ക് കിട്ടാനായിട്ട്. ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ അസ് ആസ് എ ബിഗിനിങ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നുള്ള രീതിയിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമ്മുടെ ആര്യൻ ബ്രോ ആയിട്ട് ഒത്തുകൂടുന്നവരെ